ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു ആണെങ്കിലും മാർഗഴിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എടി, നീ എവിടെയാ? അതൊക്കെ ഞാൻ പറയാം. എന്തായാലും എന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും ഇന്നായിരിക്കും കാണാൻ കഴിയില്ല. അതുപോലെ ഒരു സ്ഥലത്താണ് ഞാൻ ഒളിച്ചു നിൽക്കുന്നത്. എവിടെയാന്ന് പറ. എവിടെയാണെന്ന് വെച്ചാൽ അനാർക്കലിയുടെ വീട്ടിൽ. എടി, ഞാൻ അനാർക്കലിയുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗ് ഡിസ്കസ് ചെയ്യാൻ അനാർക്കലി നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക. അതുകൊണ്ട് ഇവിടേക്ക് എന്തായാലും അവർ വന്ന് അന്വേഷിക്കില്ല. അന്വേഷിച്ച ലോകം മുഴുവനും അന്വേഷിക്കും, പക്ഷെ ഇവിടെ അന്വേഷിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതെന്തായാലും നന്നായി. പക്ഷേ അനാർക്കലി എങ്ങാനും സംശയം തോന്നി വന്നാലോ, പിന്നെ അവർ നിന്നെ വെറുതെ വിടില്ല. പിന്നെ അവർ വന്നാലേ അവരുടെ മർമ്മം നോക്കി കൊടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. നീ ധൈര്യമായിട്ടിരിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും അനാർക്കലി ഒന്നും എന്നെ തേടി വരാൻ പോകുന്നില്ല. നീ സമാധാനമായിട്ടിരിക്കടി അനിയത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴി ഇങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വിലാസിനിയും ഗോവിന്ദും കൂടെ വരിക. ഗീതു മോളെ, മാർഗഴിയെ കാണുന്നില്ല. രാവിലെ അവളിവിടെ കിടന്നേച്ചതാ, പിന്നെ നോക്കുമ്പോൾ കാണാനില്ല. എവിടെ പോയെന്ന് അറിയില്ല. അതെ ഗീതു, നീ ആ ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. എൻ്റെ അമ്മയുടെ ശബ്ദം ഞാൻ കേട്ടു. ഞാനൊന്ന് പറയട്ടെ. അമ്മേ, ഞാനാ മാർഗഴി. എടി, നീ എവിടേക്കാ പോയത്? അതേ, ഞാനൊന്ന് നാട് വരെ പോവുക. ഇതാ നിൻ്റെ വീടും നാടും ഒക്കെ. പിന്നെ നീ എന്തിനാ ആരോടും പറയാണ്ട് പോയത്? അമ്മേ, ഞാൻ പറഞ്ഞല്ലോ. അതെ അമ്മേ, അവളെ വളർത്തിയത് ഒരു ജ്യോത്സ്യനച്ഛനല്ലേ, വൈദ്യൻ. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ശിഷ്യനെ പാമ്പ് കടിച്ചു. അതുകൊണ്ട് അവളത് ചികിത്സിക്കാൻ വേണ്ടി പോവുക. ആ വൈദ്യനച്ഛനില്ലല്ലോ, ഇവൾക്ക് മരുന്നുകളൊക്കെ അറിയും. എന്നാൽ ശരി, പോയിട്ട് വാ, പെട്ടെന്ന് വരണം. ശരി അമ്മേ എന്നും പറയാം. അപ്പോൾ ഗോവിന്ദ്, അപ്പോൾ മാർഗഴി നമ്മുടെ ഇന്നത്തെ പ്ലാൻ. സോറി അളിയ, എന്ത് ചെയ്യാനാ, ഒരു ജീവൻ രക്ഷിക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. എന്നാൽ ശരി, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദും ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം നമ്മുടെ വിലാസിനി, എന്നാലും എനിക്ക് സന്തോഷമായി മോളെ. അവളൊരു ജീവൻ രക്ഷിക്കാനല്ലേ പോയത്. പക്ഷെ അവളെ കെട്ടിയിടണം, ഇങ്ങനെ അഴിച്ചു വിടരുത്. പെൺകുട്ടിയാ, എങ്ങോട്ടെങ്കിലൊക്കെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആര് സമാധാനം പറയും? അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദും അത് കേട്ടതും, ഇല്ലമ്മേ, അവളെ ഇനി കെട്ടിയിടാനൊന്നും പറ്റില്ല. അമ്മയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവൾ പറഞ്ഞു അവൾക്ക് 2 അമ്മമാരുണ്ടെന്ന്. പെറ്റമ്മയും പോറ്റമ്മയും. 2 അമ്മമാരെയും വേദനിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ അവളെ നമുക്ക് കെട്ടിയിടാൻ കഴിയില്ലമ്മേ എന്നൊക്കെ പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മോളെ വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലാസിനെ അങ്ങ് പോവുക. ഈ സമയം കണ്ണേട്ടന് തോന്നുന്നുണ്ടോ അവളെ കെട്ടിയിടാൻ പറ്റുമെന്ന്? തോന്നിയാലും തോന്നിയില്ലെങ്കിലും എനിക്കൊന്നെങ്കിൽ ഇത് പറയാനുള്ളൂ. ആ അമ്മയുടെ മനസ്സും ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ നടക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് അറക്കലിലേക്ക് തിരിച്ചു പോവാം. വാ, റെഡിയാവും എന്നും പറഞ്ഞുകൊണ്ട് അവർ റെഡിയാവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാർക്കലിയാണ്. ഇതെന്തൊരു കഷ്ടമാണ്. എത്ര വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. അതെ, അത് തന്നെ അനാർക്കലി, എൻ്റെയും ടെൻഷൻ. അവൾ നമ്മളെ മനഃപൂർവ്വം ചതിക്കുകയാണെന്ന് തോന്നുന്നേ ഭാസ്കരേട്ടാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന്. ഒരു കാര്യം ചെയ്യാം, അവൾ വരുന്നത് വരെയും കാത്തിരിക്കാം. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ രാധിക അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ വരുൺ ഭാസ്കരനെ വിളിക്കുക. അതേ വരുണാ ഫോൺ വിളിക്കുന്നത്. എടുക്ക്, അല്ലെങ്കിൽ അവന് സംശയവും. ഹലോ അച്ഛ, എന്താ മോനെ? അച്ഛ, ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ അച്ഛ? എന്തിന്? ഞാൻ പറയുമ്പോൾ നീ വന്നാൽ മതി, ഇപ്പം വരണ്ട എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ വരുൺ, അച്ഛ എടാ മോനെ, ഞങ്ങൾ എങ്ങനെയാണ് ഗോവിന്ദനെയും ഗീതുവിനെയും ഇല്ലാതാക്കുക എന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ചെയ്തിട്ട് നിന്നോട് പറയാം, അപ്പം നീ വന്നാൽ മതി. എന്നാൽ ഞാൻ വരുന്നില്ല. അച്ഛൻ ആലോചിച്ച് തീരുമാനിച്ച് പതുക്കെ വിളിച്ചാൽ മതി, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഫോൺ കട്ട് ചെയ്യുക. എന്താ മോനെ, എന്താ പറഞ്ഞത് അച്ഛൻ? അച്ഛൻ അനാർക്കലിയുടെ കൂടെ എന്തോ ഡിസ്കസ് ചെയ്യുക. അമ്മേ, എനിക്ക് നല്ല സംശയമുണ്ട് അനാർക്കലി അച്ഛനെ. എടാ മണ്ട, നിനക്ക് നിൻ്റെ അച്ഛനെ അറിയാത്തതുകൊണ്ടാ. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം. അനാർക്കലി എന്നല്ല, ഒരു പെണ്ണിൻ്റെ പിന്നാലെ അയാൾ അങ്ങനെയൊന്നും പോകില്ല. പിന്നെ എനിക്ക് സംശയം മുഴുവനും നമ്മളറിയാതെ വേറെ എന്തെങ്കിലും ഡീല് നടത്തുന്നുണ്ടോന്നാ. കാരണം പണം തട്ടിയെടുക്കാൻ നിൻ്റെ അച്ഛൻ മിടുക്കനാ. നമ്മൾ ആരും അറിയാതെ പണം തട്ടിയെടുത്തിട്ട് അവസാനം പണം മുഴുവനും ഒറ്റയ്ക്ക് പിടുങ്ങാനുള്ള എല്ലാ കള്ളക്കളിയും ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് കേട്ടതും അങ്ങനെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അതാണ് എനിക്ക് പിടിയില്ലാത്തത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് പണം കിട്ടണം. അതുകൊണ്ട് നമ്മൾ അച്ഛനറിയാതെ ഇന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. അതെ, അത് ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് ഗീതുവിനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു ഹോട്ടലിലെത്തിയിരിക്കുക. ഹോട്ടലിലെത്തിയതും നമ്മുടെ ഗീതു പറയുക, എൻ്റെ കണ്ണേട്ടാ, ഇത്രയും നല്ല ആരോഗ്യമുള്ളൊരു ഫുഡ് എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ണേട്ടനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ വന്ന് കഴിക്കാൻ പോവാണോ? ഹോട്ടൽ ഫുഡൊക്കെ കെമിക്കലാ കണ്ണേട്ടാ എന്നും പറയുക. അത് കേട്ടതും, എടി മണ്ടി, അതിനാരാ പറഞ്ഞ
ഇവിടെ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയാണ് വന്നത്. കാരണം എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ ഇങ്ങോട്ട് ഒരു പാർട്ട്ണറല്ല ഒരാൾ മീറ്റിംഗ് ഒരു ചെറിയ ഡിസ്കസിന് വേണ്ടി വരുന്നതാണ്. അദ്ദേഹം വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കങ്ങ് പോവാം. അത് കണ്ടതും ഗീതു ഞാൻ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ വന്നതെന്ന് ചെറുതായിട്ടൊന്ന് ഓവറാക്കാമെന്ന് കരുതിയത്. അപ്പോഴേക്ക് കണ്ണേട്ട ചായ കുടിക്കാനാന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അല്ല കണ്ണേട്ട, എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരെ? അയ്യടാ, നീയല്ലേ ഇത്ര നേരം ഈ ഹോട്ടലിനെ കുറ്റം പറഞ്ഞത്? ഈ ഹോട്ടൽ കൊള്ളൂല്ല, ഹോട്ടൽ ഭക്ഷണം കെമിക്കലാണെന്നൊക്കെ. പക്ഷെ വിശന്നിട്ട് എൻ്റെ കൺട്രോൾ പോയി. കണ്ണേട്ട പ്ലീസ് കണ്ണേട്ട, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എന്നാൽ നീ മെനു നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുക. ഓ, നെയ് റോസ്റ്റ്, മസാല ദോശ, മസാല റോസ്റ്റ്, എൻ്റെ പൊന്നോ വായിന്ന് വെള്ളം വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് ഇവിടെ ഇരുന്നു കൊണ്ട് ഗസ്റ്റ് ഹൗസിൽ എന്താ നടക്കുന്നതെന്ന് നോക്കണം. അതെ, ഇവള് മനഃപൂർവ്വം മാർഗഴിയെ ഒഴിവാക്കിയതാ. സത്യങ്ങൾ ഭാസ്കരനോട് വിളിച്ചു പറഞ്ഞ ഭാസ്കരനും അനാർക്കലിയുടെ മകൾ എവിടെയാണെന്നുള്ള സത്യം എന്നോട് പറയുമെന്നുള്ളൊരു പേടി ഇവളുടെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇവൾ മനഃപൂർവ്വം ഈ കാര്യം ഒഴിവാക്കാൻ മാർഗഴിയെ ഒഴിവാക്കിയത്. എന്തായാലും ഞാനത് വെറുതെ വിടില്ല. എൻ്റെ ഗീതു, നീ 6 തോട് ചാടിയെ ഞാൻ 6 ചാടും എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് മൊബൈൽ ഓണാക്കി പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ അനാർക്കലിയും ഭാസ്കരനും ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അനാർക്കലി ഇത്ര നേരമായിട്ട് മാർഗഴി എത്തിയില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം മാർഗഴി എത്താത്തത് കൊണ്ട് ചിലപ്പോൾ ഇനി ചേതൻ ഗ്രൂപ്പുകാർ സംശയിച്ചാലോ നമ്മൾ പറ്റിക്കുകയാണെന്ന് പറഞ്ഞ്. അത് ശരിയാ, അവർ വന്നാലും നമുക്ക് പേടിക്കൊന്നും വേണ്ട. മാർഗഴി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ, അത് ശരിയാ. പക്ഷെ എത്ര നേരം അങ്ങനെ പറയാൻ പറ്റും? എന്തായാലും അവൾ വന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്നാൽ ഈ പരട്ട പെണ്ണ് എവിടെ പോയി? അവൾ നമ്മളെ പറ്റിക്കുകയാണോ ഇനി മറുഭാഗം ചാടിയോ എന്നൊരു സംശയമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഭാസ്കര. അത് ശരിയാ, അങ്ങനൊരു സംശയം എനിക്കും ഇല്ലാതില്ല. അത്ര പെട്ടെന്നൊന്നും അവൾ പോകില്ല. അങ്ങനെ അവൾ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശൊക്കെ നമ്മൾ തിരിച്ചു മേടിക്കും. എന്തായാലും അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മാർഗഴി എപ്പോൾ വരുമെന്ന് ആലോചിച്ചുകൊണ്ട് ഈ സമയം സുവർണ വരിക. ഹായ് മാഡം എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലിയും ഭാസ്കരനും സുവർണയെ കണ്ടതൊന്നും ഞെട്ടി. ഈശ്വര, ഇവരിങ്ങോട്ട് വന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഹായ് എന്നും പറഞ്ഞുകൊണ്ട് ചേതൻ ഗ്രൂപ്പിൻ്റെ മാനേജറും വരിക. എന്നിട്ട് അവിടെ വന്നിരിക്കുക. ഗീതു മേഡം എവിടെ മാഡം എന്നും നമ്മുടെ സുവർണ ചോദിക്കുന്നിട്ട് ഗീതു വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നിങ്ങൾ നേരത്തെ എത്തിയോ? ഇല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞ സമയത്താ. ഓ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം എന്നും സുവർണയും മാനേജറും. അപ്പം മാനേജർ ഓരോരോ കഥകൾ പറഞ്ഞ് ഭാസ്കരനെ ബഫൂണെന്നും മറ്റുമൊക്കെ പറയുക. ഇത് കേട്ടതും ഭാസ്കരൻ ഇങ്ങനെ മുഖം പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. ഈ സമയം നമ്മുടെ ഗോവിന്ദാണെങ്കിൽ സുവർണയും ഭാസ്കരനും ചേതൻ ഗ്രൂപ്പിൻ്റെ മാനേജറും പിന്നെ ആ അനാർക്കലിയും ഒക്കെ ഒത്തുകൂടി നിൽക്കുന്നത് കൊണ്ട് ഗോവിന്ദൻ്റെ കൈ മുഴുവനും ഇങ്ങനെ പെരുത്ത് കയറുക ചൊറിഞ്ഞ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഗോവിന്ദ് ഓടി വന്നു. ഗീതു പെട്ടെന്ന് വാ. എങ്ങോട്ടാ കണ്ണേട്ടാ? അതൊക്കെ പറയാം, നീ പെട്ടെന്ന് വാ. എങ്ങോട്ടാന്ന് പറ കണ്ണേട്ടാ. നമുക്ക് ഇവിടുന്ന് പോകണം, പെട്ടെന്ന് വാ. എവിടേക്ക്? അതൊക്കെ പറയാമെന്ന് പറഞ്ഞില്ലേ, നീ വാ. ഞാൻ ഇവിടെ കഴിക്കാൻ മസാല ദോശ ഓർഡർ ചെയ്തു, അതൊക്കെ ഞാൻ നിനക്ക് പിന്നെ മേടിച്ച് തരാം. നീ എഴുന്നേറ്റ് വാ. വാ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് അവിടെ ഒന്നും വലിച്ചുകൊണ്ട് പോവുക. ഈ സമയം നമ്മുടെ ഗീതുവും ഗോവിന്ദും കാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഇതേ സമയം രാധികയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ രാധിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം പിടിച്ചെടുക്കുന്നുണ്ട്. രേഖയും കാഞ്ചനയും ചോദിക്കുക, എന്നാ മാമി, എന്നാ അച്ഛൻ എന്നും. എനിക്കൊന്നും ആയില്ല. രേഖയെ നീ ചെന്ന് നോക്കിയേ വരുൺ റെഡിയായൊന്ന്. അതിന് രാധികാമ്മ എവിടെ പോവാ വരുണേട്ടനെയും കൂട്ടി? ഞങ്ങൾ എവിടേക്കെങ്കിലും പോകും, നിനക്കെന്താ? അതൊക്കെ നീ അറിയുന്ന എന്തിനാ? അത് കൊള്ളാം, എൻ്റെ ഭർത്താവ് എവിടെ പോകുന്നെന്ന് ഞാൻ ചോദിക്കണ്ടേ എന്നും. രേഖ അത് കേട്ടത്, എൻ്റെ രേഖയെ ഇപ്പം തമാശ പറയുന്ന സമയമല്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്, നീ ചെന്ന് വരുൺ റെഡിയായോ നോക്ക്. അത് കേട്ടതും നമ്മുടെ കാഞ്ചന എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ, ഇന്ത മാമിക്ക് എന്നാച്ച്? മാമിക്ക് ഒന്നും ആകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് വരുൺ വരാം. അമ്മേ നമുക്ക് പോവാം, ഞാൻ റെഡിയായി എന്നും പറയാം. അല്ല വരുണേട്ടൻ എവിടെ പോവുക? അത് പിന്നെ രേഖയെ എനിക്ക് പച്ചക്കറിയും മീനും കുറച്ച് ഇറച്ചിയൊക്കെ മേടിക്കാനുണ്ട്, ഞാൻ മേടിച്ചിട്ട് വരാം. നിനക്ക് എന്തെങ്കിലും മേടിക്കണോ? എനിക്ക് എന്തെങ്കിലും മേടിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമോ എന്നും രേഖ ചോദിക്കുക. അത് കേട്ടതും വരുൺ അത് പിന്നെ വരുൺ നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് രാധിക അയ്യോ അമ്മ ഞാനും വരുന്നു എന്നും പറഞ്ഞ് വരുണും പിന്നാലെ ഓടി. രേഖപ്പാപ്പ இதுக்கு பின்னாடி என்ன மோத்திட்டம் இருக்கு. வருண் மாமாவும் ராதிகா மாமையும் எங்கே போச்சு? நமக்கு தெரியாம அவங்க 2 பேரும் என்னமோ பண்ணுறாங்க, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നും കണ്ടുപിടിക്കേണ്ട, അവരെന്തായാലും ചെയ്യട്ടെ, നീ വാ കാഞ്ചനെ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയെ വിളിച്ചുകൊണ്ട് നമ്മുടെ രേഖ അടുക്കളയിലേക്ക് പോവുക. ഈ സമയം പിന്നീട് നമ്മുടെ ഭാസ്കരനും അനാർക്കലിയും ചേതൻ ഗ്രൂപ്പുകാരെ എങ്ങനെയെങ്കിലുമൊക്കെ സമാധാനിപ്പിക്കുക. ഗീതു വരും.
ഇപ്പോൾ വരും, കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, എന്തായാലും അവരധികം വൈകാതെ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദനോട് ഗീതു ചോദിക്കുക, അല്ല കണ്ണേട്ടാ ഇപ്പം എങ്ങോട്ടായി പോകും? നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കോ? എന്തിന്? ഭാസ്കരനും അനാർക്കലിയും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഒപ്പം ചേതൻ ഗ്രൂപ്പും ആ മാനേജറും അവിടെയുണ്ട്, സുവർണയും ഉണ്ട്. അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാനാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അതിന് മാർഗഴി ഇല്ലല്ലോ. നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെയല്ലല്ലോ. മാർഗഴി അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചെന്നത് പൊളിക്കുന്നു എന്നല്ലേ? അത് കേട്ടതും മാർഗഴിയുമായിട്ട് പ്ലാൻ ചെയ്തത് വേറെ, ഇപ്പോൾ എനിക്ക് പ്ലാൻ ചെയ്യേണ്ടത് വേറെ. എന്തായാലും ഇന്നത്തോടെ എല്ലാ കള്ളത്തരവും ഞാൻ അവസാനിപ്പിക്കും. രാധികാമ്മയെയും വരുണിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല ഗീതു എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ ഗീതു, കണ്ണേട്ടാ ഇപ്പം വേണ്ട, ഇപ്പം ശരിയാവില്ല. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നാൽ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെല്ലാതിരിക്കുന്നത് നല്ലത്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നമ്മളിപ്പോൾ അവരുടെ പ്ലാൻ പൊളിച്ചാൽ നമ്മുടെ കള്ളത്തരം അവർ കയ്യോടെ കണ്ടുപിടിക്കും. അതുകൊണ്ട് വേണ്ട കണ്ണേട്ടാ, നമ്മുടെ എന്ത് കള്ളത്തരം അവർ കയ്യോടെ കണ്ടുപിടിക്കുന്നേ? എൻ്റെ അച്ഛനെ കൊന്നവരാ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കുന്നേ. എൻ്റെ അച്ഛനെ കൊന്നിട്ട് എൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ എൻ്റെ ഗസ്റ്റ് ഹൗസിലിരുന്ന് പ്ലാൻ ചെയ്യുന്നു. അവരെ ഞാൻ വെറുതെ വിടണോ ഗീതു എന്നും ഗോവിന്ദ് ചോദിക്കുക. കണ്ണേട്ടൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിനുള്ള സമയം ഇതല്ലെന്ന് ഞാൻ പറയൂ. കണ്ണേട്ടാ, എന്തൊക്കെയായാലും കണ്ണേട്ടന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ശരിയല്ല. മാർഗഴി വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പൊളിച്ചെടുക്കാം. ഈശ്വര, കണ്ണേട്ടനെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഭാസ്കരനും അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ തടഞ്ഞേ മതിയാവും. കണ്ണേട്ടാ ഇപ്പം അങ്ങോട്ട് പോകണ്ട കണ്ണേട്ടാ, നമുക്ക് തിരിച്ചു പോവാം അറക്കലിലേക്ക്. ഇല്ല ഗീതു, ഇവിടെ വെച്ച് രാധികാമ്മയെയും വരുണിനെയും ഞാൻ പൊളിച്ചെടുക്കും. അനാർക്കലിയെയും ഭാസ്കരനെയും ഞാൻ ചവിട്ടി പുറത്താക്കും. എൻ്റെ ശത്രുക്കളെ എല്ലാവരെയും ഞാൻ തീർക്കും. കണ്ണേട്ടാ, അതൊന്നും നടക്കില്ല. ഇവിടെ രാധികാമ്മയും വരുണും വരില്ല. അവരറിയാതെയാണിത് പ്ലാൻ ചെയ്യുന്നതെന്ന് മാർഗഴി പറഞ്ഞത് കണ്ണേട്ട മറന്നുപോയോ? അവരറിയാതെയാണിത് പ്ലാൻ ചെയ്യുന്നതെങ്കിലും ഉറപ്പായിട്ടും രാധികാമ്മയും വരുണും അവിടെ എത്തും. കാരണം സ്വത്ത് പോകുമെന്നുള്ളൊരു പേടി രാധികാമ്മയ്ക്കുണ്ടാവും. ഇത്രയും നാൾ സ്വത്തിന് വേണ്ടി കഷ്ടപ്പെട്ട രാധികാമ്മ അത്ര പെട്ടെന്ന് സ്വത്ത് വിട്ടുകളയുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് രാധികാമ്മ വരും. നീ ധൈര്യമായിട്ടിരിക്കുക ഗീതു. എന്തായാലും നമ്മളിപ്പോൾ അവിടെ കൂടി ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഗസ്റ്റ് ഹൗസിലെത്തി. അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ കാറ് നിർത്തിയിട്ടതും ഈശ്വര, കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ടെൻഷൻ അടിക്കുക. ഗീതു നീ ഇറങ്ങ്. ഇല്ല കണ്ണേട്ടാ, നമുക്ക് തിരിച്ചു പോകാം കണ്ണേട്ടാ, എനിക്ക് എന്തോ ടെൻഷനാവുന്നു. നിന്നോട് പേടിക്കാതെ ഇറങ്ങാനാണ് പറഞ്ഞത്. എൻ്റെ കുടുംബം തകർത്തവരാ, എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവരാ ആയിരിക്കുന്നേ. അവരെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രാധികാമ്മയും വരുണും ഇവിടെ വരും. ഞാൻ എന്തായാലും കാറ് മാറ്റിയിടട്ടെ. കാറ് മാറ്റിയിട്ടിട്ട് ബാക്കിയുള്ള കാര്യം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിക്കുക. ഈ സമയം സുവർണ ചോദിക്കുക, എന്താ മാഡം ഇത്ര നേരമായിട്ടും ഗീതു മാഡം വന്നില്ലല്ലോ? വരും, ഞാൻ വിളിച്ചായിരുന്നു. അവർ ഓൺ ദ വേയാ. എന്തായാലും ഇപ്പം തന്നെ എത്തും. നിങ്ങൾക്ക് തിരക്കുണ്ടോ? ഏയ് നോ, എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്കെന്തായാലും ആവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാം മാഡം എന്നും പറഞ്ഞുകൊണ്ട് ആ ചേതൻ ഗ്രൂപ്പുകാരൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വീണ്ടും ഭാസ്കരനെ കളിയാക്കുക. ബഫൂണെന്നും കളവനെന്നൊക്കെ വിളിച്ചിങ്ങനെ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഭാസ്കരനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. സുവർണയ്ക്കെല്ലാം മനസ്സിലായി. സുവർണ ഇരുന്ന് ചിരിക്കുന്നുമുണ്ട്. ഈ സമയം അനാർക്കലി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈശ്വര, മാർഗഴിയെ വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോണും എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളെ എവിടെ പോയാൽ കണ്ടുപിടിക്കുക? ഇവരെങ്ങാനും മാർഗഴി അല്ല ഗീതു അല്ലാതെ മാർഗഴിയാണെന്നറിഞ്ഞ് ഇനി എങ്ങനെ അടുത്ത പ്രശ്നം ഉണ്ടാക്കുമോ? ഒരു പിടിയും കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനാർക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞ് നടക്കുക. ഈ സമയം ഗീതു ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാൻ ടെൻഷൻ അടിച്ചു ഇരിക്കുക. ദൈവമേ, അവിടെ ചെന്ന് കണ്ണേട്ടനെല്ലാം വിളിച്ചു പറഞ്ഞാൽ അവസാനം നാണക്കേട് സഹിക്കാനാകാതെ ഭാസ്കരനും എല്ലാം വിളിച്ചു പറയും. ഊച്ചാളി ഭാസ്കരൻ അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ അത് രഞ്ജുവാണെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ തകർന്നു പോകും. പിന്നെ ഇത്രയും നാൾ സത്യം മറച്ചു വെച്ചതിന് ഞാനും അമ്മയും വെറുക്കപ്പെടും. എന്താ ചെയ്യുക? എങ്ങനെ ഇത് തടയുക? മാർഗഴി വന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് കരുതി. പക്ഷെ മാർഗഴി വന്നില്ലെങ്കിലും ഇവിടെ എല്ലാം നടക്കും. ഒരുപക്ഷെ മാർഗഴി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ എങ്ങനെയെങ്കിലും കാര്യം പരിഹരിക്കാമായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു നിന്നോട് പറഞ്ഞത് ഇറങ്ങാൻ. ഗീതു, നീ ഇങ്ങനെ ഇറങ്ങാതിരുന്നാൽ എനിക്കെന്തായാലും അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ കാറ് മാറ്റിയിട്ടിട്ട് വരുന്നവരെ നീ ഇറങ്ങ് ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വാശി പിടിക്കുക. കണ്ണേട്ടാ, ഇനി ഒരു ദിവസം ആവാം അവരുടെ പ്ലാൻ പൊളിക്കൽ. അതിനു മുമ്പ് എൻ്റെ കമ്പനി എൻ്റെ കൈവിട്ട് പോകുന്നതാണോ? മാർഗഴി വരാതെ ഈ ഡീല് നടക്കില്ലല്ലോ. പിന്നെ എന്തിനാ കണ്ണേട്ടൻ ടെൻഷൻ അടിക്കുന്നത്? ഇല്ലെങ്കിൽ ഞാൻ പോവാം. ഞാൻ പോയിട്ട് ഈ ഡീല് പൊളിക്കാം എന്നും പറയാ. വേണ്ട,
ഞാനും വരും. ഞാനിവിടെ വന്നില്ലെങ്കിലേ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എൻ്റെ അച്ഛനെ കൊന്ന എല്ലാ കൂട്ടങ്ങളും ഒരുമിച്ച് കൂടി നിൽക്കുക. എല്ലാവരെയും വെറുതെ വിടില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വാശി പിടിച്ച് കാറിൽ നിന്ന് ഇറങ്ങുവാണ്. അത് കേട്ടതോടുകൂടെ ഞെട്ടലോടുകൂടെ നമ്മുടെ ഗീതുവും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.